പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന ജില്ലാ കോൺഗ്രസ് നേതൃയോഗം സമാന ആവശ്യം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഉന്നയിച്ചു. വിവരങ്ങൾ നൽകാൻ നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ആളുകളെ പരിഗണിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ് സാധ്യതകൾ? വിവരങ്ങൾ എങ്ങനെ? രേഷ്മ, ഈ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു വിജയമാണ് നേടാൻ സാധിച്ചത്. അപ്പോൾ അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേര് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റേതായിരുന്നു. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ നടത്തിയ ഒരു പരാമർശത്തിൽ ചെറുപ്പക്കാർ ഇവിടെ വന്ന് മത്സരിക്കട്ടെ എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് തന്നെ ശക്തമായി ഇവിടെ മുഴങ്ങി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന DCC നേതൃയോഗത്തിൽ ഇതിൽ വലിയൊരു വിമർശനമാണ് നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ള ഒരു മുൻധാരണ ഇപ്പോഴേ ആരും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ വിഷയം. ഒപ്പം തന്നെ പാലക്കാടിന് പുറത്തു നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശവും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നൂലിൽ കെട്ടി ഇറക്കേണ്ട സ്ഥാനാർത്ഥികൾ വേണ്ട, ജില്ലയിൽ നിന്നും തന്നെയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് യോഗത്തിൽ ഉയർന്നു വന്ന ഒരു ആവശ്യം. ഇതിൽ പ്രധാനമായും DCC പ്രസിഡന്റ് തങ്കപ്പനൊപ്പം തന്നെ VT ബൽറാം പോലെയുള്ളവർക്ക് വേണ്ടിയാണ് ജില്ലയിൽ ചില നേതാക്കൾ ആവശ്യമുന്നയിക്കുന്നത്. അപ്പോൾ അവരെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ ആവശ്യം ഉയരുന്നത്. ഏതായാലും ഈ ഒരു യോഗത്തിൽ എല്ലാ DCC ചേർന്ന് ഒരു പട്ടിക തയ്യാറാക്കി KPCCക്ക് നൽകാം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി തീരുമാനിച്ചിരിക്കുന്നത്. ശരി.